തിരുവനന്തപുരം കളക്ടറേറ്റിലാണ് തേനീച്ചക്കൂട് ഇളകിയത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ ജീവനക്കാർ, പോലീസുകാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾക്ക് ഈ തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റു. ഈ ആളുകളെല്ലാം തന്നെ കെട്ടിടത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം തിരുവനന്തപുരം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. കളക്ടറുടെ ഇമെയിലിലേക്കാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചു. അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. ജീവനക്കാരെ മുഴുവൻ കെട്ടിടത്തിന് പുറത്തിറക്കിയായിരുന്നു പരിശോധന. എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ തേനീച്ചക്കൂട് കളക്ടറേറ്റിന്റെ ചില വശങ്ങളിലായി ഉണ്ട്. ഈ കൂടുകളിൽ നിന്ന് തേനീച്ചകൾ കൂട്ടമായി പുറത്തേക്ക് വരികയായിരുന്നു. ആളുകളെല്ലാം തന്നെ പരിശോധന ആയതുകൊണ്ട് തന്നെ ആളുകൾ പുറത്താണ് ഉണ്ടായിരുന്നത്, കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്ന നിലയുണ്ടായി. ആളുകൾ പരക്കം പായുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ സമീപത്തുണ്ടായിരുന്ന ചെടിയുടെ കമ്പുകളും മറ്റും ചെറിയ ഓലക്കൈയും മറ്റുമൊക്കെ തലയ്ക്ക് മുകളിൽ വീശിയാണ് പലരും ഓടിയത്. പോലീസുകാരും ആ തരത്തിൽ തന്നെയാണ്. ഇവിടെ പരിശോധനയ്ക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടായി. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് വണ്ടികളിൽ ആദ്യം പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി, പേരൂർക്കട ആശുപത്രിയിലേക്ക് ഉൾപ്പെടെയാണ് കൊണ്ടുപോയത്. പിന്നീട് കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പരിക്കേറ്റവരെ ആംബുലൻസുകളിലും കൊണ്ടുപോയി. ജീവനക്കാരുടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. കുറേ വാഹനങ്ങളിൽ അങ്ങനെ ജീവനക്കാരും പുറത്തുപോയി. പിന്നീട് ഇവിടെ മൈക്ക് വെച്ച് പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായി. എല്ലാവരും പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങണമെന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. എന്നാൽ ഈ തേനീച്ചകൾ കൂട്ടത്തോടെ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ റോഡിലേക്ക് എത്തിയപ്പോഴും റോഡിലും ആളുകൾക്ക് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായി. പിന്നീട് KSRTCയുടെ ബസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ജോലി സമയം കഴിഞ്ഞ് യാത്ര പുറപ്പെടാൻ നിന്ന ബസ്സാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓഫീസ് ടൈം തീരുന്നതിന് മുൻപ് തന്നെ ആളുകളെ കയറ്റി ആ ബസ് നഗരത്തിലേക്ക് പോവുകയും ചെയ്തു. ഏതായിരുന്നാലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കളക്ടറേറ്റിൽ ഉണ്ടായത്. ബോംബ് ഭീഷണിയുടെ സാഹചര്യമായിരുന്നു, പക്ഷേ തേനീച്ച ആക്രമണമായിരുന്നു ആളുകൾക്ക് നേരെ ഉണ്ടായത്.